മലയാള സിനിമയുടെ സൗന്ദര്യശാസ്ത്രം തിരുത്തിക്കുറിച്ച സംവിധായകനാണ് ഭരതൻ. ഒന്നോ രണ്ടോ താരങ്ങൾക്കും പതിവ് ഫോർമുലകൾക്കും ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ സിനിമയെ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളിലൂടെ പരിചയസമ്പന്നനായ ഒരു കഥ പറച്ചിലുകാരനെ പോലെ ഭരതൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഇളം ചായങ്ങളും കടും ചായങ്ങളും യഥേഷ്ടം ഉപയോഗിച്ച് സിനിമയുടെ ദൃശ്യസാധ്യതകൾ അവിശ്വസനീയമാം വിധം മാറ്റിമറിച്ചു അദ്ദേഹം. ചലച്ചിത്രത്തിൽ സംഗീതം എങ്ങനെ ഒരു കഥാപാത്രമായി മാറുന്നു എന്ന് മലയാളിക്ക് ആദ്യം കാണിച്ചു തന്നത് ഭരതനാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ പൂർണ്ണതയുള്ള ഒരു കലാകാരനായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു നിമിഷം പോലും പുള്ളി ചുമ്മാ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. ഒരു ജോലിയില്ലെങ്കിൽ പെൻസിൽ സ്കെച്ച് എല്ലാ ദിവസവും ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിലൊരു വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് എന്തെങ്കിലും കുത്തി വരച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഒരിക്കലും ചുമ്മാ ഇരിക്കുകയില്ല. അത് വെറുതെ വല്ലതും അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പെയിൻറ്റിങ് ആയിരിക്കും അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു പടത്തിനെ പറ്റി ഒരു ലാഞ്ചന, ഒരു കഥ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വരികയിൽ അതിലെ കഥാപാത്രങ്ങൾ എങ്ങനെ ഇരിക്കണം, അത് ഏത് തരത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട സീനുകൾ ഏത് തരത്തിലൊക്കെ എടുക്കണം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇത് കഥ ആലോചിക്കുമ്പോൾ തൊട്ട് പുള്ളിയുടെ മനസ്സിലുണ്ടാവും. അത് ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സിനിമ അദ്ദേഹം മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് നിന്നും ചെന്നൈയിലേക്ക് സിനിമ എന്ന ഒരു മീഡിയത്തെ മനസ്സിലാക്കാൻ യാത്ര തിരിച്ച ഒരു മനുഷ്യനുണ്ട്, ഒരു ചിത്രകാരനുണ്ട്. PN മേനോൻ അമ്മാവനായി എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന ഒരു ചിത്രകാരൻ. ഭരതേട്ടൻ ശരിക്ക് സിനിമ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ്. കാരണം പെയിൻറ്റിങ് വളരെ മനോഹരമായിട്ട് ചിത്രകല എന്ന മീഡിയത്തെ എത്രമാത്രം സിനിമയിൽ അപ്ലൈ ചെയ്യാമെന്ന് ആഗ്രഹിച്ച് ഒരു സിനിമാ പ്രവർത്തകനാകാൻ ശ്രമിച്ച് സിനിമയോടൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യൻ. ശരിക്കും ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഉണ്ടായ മനുഷ്യൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് തുടങ്ങുന്നു. ഒരു നല്ല കലാസംവിധായകൻ എന്നതിനപ്പുറം കലാസംവിധായകനാണ്, കഥാകൃത്താണ്, എഡിറ്ററാണ്, സംഗീതജ്ഞനാണ്. സർവോപരി മനുഷ്യൻ്റെ ജീവിതത്തെ വ്യക്തമായിട്ട് ചിത്രീകരിക്കാൻ മനസ്സുള്ള ഒരു കലാകാരനാണ്. അടിമുടി കലാകാരൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഭരതേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ചിത്രം പ്രയാണം മുതൽ ഭരതേട്ടൻ സിനിമ സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, നിലവിൽ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന, മണ്ണിനോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യന്മാരുടെ കഥകൾ ചലച്ചിത്രമാക്കാൻ ശ്രമിച്ചത്. ഭരതൻ എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രമായിരുന്നു പ്രയാണം. സത്യത്തിൽ ആ സമയത്ത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഏതോ ഒരു മാഗസീനിൽ ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരികയുണ്ടായി. അപ്പോൾ മുതൽക്ക് തന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നൊരു ചിത്രമായിരുന്നു ഇത്. പ്രത്യേകിച്ചും ഒരു വളരെ നൂതനമായിട്ടുള്ളൊരു പ്രമേയം, ശൈശവ വിവാഹത്തിനെയൊക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു നമ്പൂതിരി കുടുംബത്തിൽ നടക്കുന്നൊരു കഥയായിട്ടുള്ളൊരു സിനിമ. പിന്നെ ബാലു മഹേന്ദ്രയുടെ ക്യാമറ വർക്ക്, ആ സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ കളറിലൂടെ കാണുന്ന പോലെയുള്ളൊരു സുഖം, ബാലു മഹേന്ദ്രയുടെ ഓരോ ഫ്രെയിമും. പിന്നെ ഭരതൻ എന്നുള്ള ആർട്ട് ഡയറക്ടറും കൂടി ചേരുമ്പോൾ, അപ്പോൾ രണ്ടുപേരെയും കൂടി, ഒരു ചിത്രകാരനും ഒരു നല്ലൊരു ക്യാമറാമാനും കൂടി ചേരുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് പ്രയാണത്തിൽ കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ നമ്മൾ അനുഭവപ്പെട്ടിരുന്നു, ആ ഒരു സുഖം. അപ്പോൾ അതിലെ പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കിത് പറയേണ്ടി വരും. കാരണം MB ശ്രീനിവാസൻ എന്നുള്ള സംഗീത സംവിധായകൻ എപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ ഇതിലെ ഇവരുടെ ഒരു ലവ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷനലായിട്ടുള്ളൊരു ലവ് സീനല്ല, കൺവെൻഷനലായിട്ടുള്ള മെത്തേഡുകളെ ഉടച്ചു വാർത്തൊരു പാട്ടാണെന്ന് പറയാം ശരിക്കും ഈ ഗാനം. മൗനങ്ങൾ പാടുകയായിരുന്നു, മൗനങ്ങൾ പാടുകയായിരുന്നു. പരസ്പരം
ഒരു ലെങ്തി ഹമ്മിങ്സിലാണ് അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ഫീൽ മുഴുവൻ കിടക്കുന്നത്. മാത്രമല്ല അതിനകത്ത് ഒരു ജീവിതം മുഴുവൻ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു 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 പ്രോസസ്സിങ് ഉണ്ട് അതിനകത്ത്. ആദ്യം അതിനകത്ത് പട്ടം പറത്തൊന്നും ആകാശത്തേക്ക് പറത്തുന്ന രണ്ട് പേർ തമ്മിലുള്ളൊരു ഓട്ടത്തിൽ തുടങ്ങി, ആ ഓട്ടം മണ്ണിലൂടെയുള്ള ഓട്ടത്തിൽ തുടങ്ങി അത് സൈക്കിളിലേക്ക് മാറി, ആ ജീവിതത്തിലേക്ക് മാറി, ഈ പാടത്തെ ചക്രം വെള്ളം തേവുന്ന ചക്രത്തിലേക്ക് മാറി, ഒരു ജീവിതം, ഒരു കുടുംബം, കുഞ്ഞ് എന്നൊക്കെ പറയുന്ന ഒരു ശരിക്കും ഒരു മുഴുവൻ അവസ്ഥയും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ മുഴുവൻ അവസ്ഥകളെയും കാണിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പാട്ട് ചിത്രീകരിക്കായിരുന്നു ഭരതനാഥൻ എത്തിച്ചത്. വെൺചന്ദനത്തിൻ സുഗന്ധം നിറയുന്ന നിന്നന്തരംഗത്തിൻ മടിയിൽ, വെൺചന്ദനത്തിൻ സുഗന്ധം നിറയുന്ന നിന്നന്തരംഗത്തിൻ മടിയിൽ, എൻ്റെ മോഹങ്ങൾക്ക് വിശ്രമിക്കാൻ, എൻ്റെ മോഹങ്ങൾക്ക് വിശ്രമിക്കാൻ ഇന്നൊരേകാ